നമസ്കാരം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഡിജിറ്റൽ ലോകം എത്ര സുഗമമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൂറ്റൻ ഗോഡൗണുകളിൽ രാപ്പകൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് സെർവറുകളാണ് ഇതിന് പിന്നിൽ. എന്നാൽ ഈ സെർവറുകളെ തണുപ്പിക്കുവാൻ ഗൂഗിൾ മാത്രം ഒരു വർഷം ഉപയോഗിക്കുന്നത് 610 കോടി ഗാലൻ ശുദ്ധജലമാണെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗൂഗിളിൻ്റെ 2024 എൻവയോൺമെൻറ്റൽ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ കമ്പനി തന്നെ സമ്മതിച്ചിരിക്കുന്നത്. മുൻവർഷത്തെക്കാളും 17% അധിക ജലമാണ് കഴിഞ്ഞ വർഷം മാത്രം ഗൂഗിൾ ഡേറ്റാ സെൻ്ററുകൾ കുടിച്ചു തീർത്തത്. ഇത് അമേരിക്കയിലെ ഏകദേശം 41 ഗോൾഡ് കോഴ്സുകൾ ഒരു വർഷം നനയ്ക്കുവാൻ ആവശ്യമായ വെള്ളത്തിന് തുല്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലേക്ക് ലോകം മാറുന്നതോടെ ഈ മെഷീനുകളുടെ ദാഹം ശമിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ്. നിങ്ങളൊരു AI ചാറ്റ് ബോർഡിനോട് ഒരു കവിത എഴുതാൻ ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചിത്രം നിർമ്മിക്കുവാൻ ആവശ്യപ്പെടുമ്പോഴോ ആയിരക്കണക്കിന് പ്രോസസ്സറുകളാണ് ഒരേ സമയം പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനം വലിയ തോതിൽ ചൂട് പുറത്തുവിടുന്നുണ്ട്. ഈ കോടികൾ വിലയുള്ള യന്ത്രങ്ങൾ ഉരുകിപ്പോകാതിരിക്കാൻ ഡേറ്റാ സെൻ്ററുകളിൽ കൂളിംഗ് ടവറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചൂടായ പ്രതലങ്ങളിലൂടെ വെള്ളം പമ്പ് ചെയ്ത് ബാഷ്പീകരണത്തിലൂടെയാണ് ചൂട് കുറയ്ക്കുന്നത്. എന്നാൽ ഈ വെള്ളത്തിൻ്റെ 80% നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് അപ്രത്യക്ഷമാകുന്നു. ഈ ജലം പിന്നീട് പുനരുപയോഗിക്കാൻ കഴിയില്ലെന്നതാണ് പ്രധാന ഭീഷണി. എന്തുകൊണ്ടാണ് ഇതിനായി ശുദ്ധജലം തന്നെ ഉപയോഗിക്കുന്നത് എന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരമാണ് ഉള്ളത്. സാധാരണ വെള്ളത്തിലുള്ള കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ മിനറലുകൾ വെള്ളം ആവിയാകുമ്പോൾ യന്ത്രത്തിൽ പറ്റിപ്പിടിക്കുകയും ലൈം സ്കെയിൽ എന്ന കടുത്ത പാളിയായി മാറുകയും ചെയ്യും. ഇത് വില കൂടിയ ഹീറ്റ് എക്സ്ചേഞ്ചറുകളെ നശിപ്പിക്കും. മലിനജലം ഉപയോഗിച്ചാൽ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകും എന്നതിനാലാണ് ഗൂഗിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ മുനിസിപ്പാലിറ്റികൾ വിതരണം ചെയ്യുന്ന ശുദ്ധജലം തന്നെ ഇതിനായി ഉപയോഗിക്കുന്നത്. മാർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരം 2028 ആകുമ്പോഴേക്കും AI ഡേറ്റാ സെൻ്ററുകളുടെ ജല ഉപയോഗം 11 മടങ്ങ് വർദ്ധിക്കും. കുടിവെള്ളത്തിന് ദൗർബല്യം നേരിടുന്ന പല പ്രദേശങ്ങളിലും ഇത്തരം ഡാറ്റാ സെൻ്ററുകൾ വരുന്നത് പ്രാദേശിക ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഈ സാഹചര്യം കൂടുതൽ വഷളാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജലദൗർബല്യം നേരിടുന്ന പല പ്രദേശങ്ങളിലും ഇത്തരം വലിയ ഡേറ്റാ സെൻ്ററുകൾ വരുന്നത് പ്രാദേശിക ജനജീവിതത്തെയും കൃഷിയെയും സാരമായി ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാങ്കേതിക പുരോഗതികൾക്കൊപ്പം തന്നെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.